Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 12 ആയിട്ടുള്ള എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ആണ്. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ 7th പഠിച്ചിട്ടുണ്ട്, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. സോ അതിന്റെ കണ്ടിന്യൂസ് ആണ് നമുക്ക് 8th പഠിക്കാനുള്ളത്. നമ്മൾ 7th എന്തായിരുന്നു പഠിച്ചത്? നമ്മുടെ എക്സ്പോണൻസ് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു. നമ്മൾ നെഗറ്റീവ് നമ്പർ എക്സ്പോണൻസ് ആയിട്ട് 7th പഠിച്ചിട്ടില്ല. 8th നമ്മൾ എന്ത് പഠിക്കുന്നത്? നമ്മുടെ എക്സ്പോണൻസ് നെഗറ്റീവ് നമ്പർ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിലെ ബേസിക് കാര്യങ്ങൾ നോക്കണം. സോ അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. യെസ്, അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ട് കുട്ടികളെ കാണുന്നുണ്ട് അല്ലെ? സോ ഇവരെന്താ ഇവിടെ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്? മാസ് ഓഫ് എർത്ത് എസ്. എന്ത് വലിയൊരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പം നമ്മൾ ഈ ഒരു കാര്യം 7th പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? മാസ് ഓഫ് എർത്ത് അത് വലിയൊരു നമ്പർ ആണ് അല്ലെ? സോ ഈ വലിയൊരു നമ്പറിനെ നമുക്ക് ഈസി ആയിട്ട് എഴുതാനും അതുപോലെ റീഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്സ്പോണൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ ഇവിടെ മാസ് ഓഫ് എർത്ത് 597,000. അവിടെ ഒരുപാട് സീറോസ് വരുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൈറ്റ് സച്ച് ലാർജ് നമ്പേഴ്സ് മോർ കൺവീനിയന്റ്ലി യൂസിങ് എക്സ്പോണൻസ്. നമുക്ക് ഈസി ആക്കാം. നമ്മുടെ കൺവീനിയൻസിനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 5.97 into 10 raised to 24 kg. അവിടെ നമ്മൾ ഇത്രയും സീറോസിന് എന്ത് ചെയ്തു? 10 raised to 24 ആയിട്ട് മാറ്റി എഴുതി. ദാറ്റ് മീൻസ് ദിസ് 10 raised to 24 അതെന്താണ്? ഒരു എക്സ്പോണൻഷ്യൽ ഫോമിലാണ് വരുന്നത് അല്ലെ? അവിടെ നമുക്ക് 10 ഉണ്ട്, അതുപോലെ തന്നെ 10ന്റെ ടോപ്പിൽ നമ്മൾ 24 എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് 24 is called the exponent. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പോണന്റിന്റെ യൂസ് എന്താന്ന് മനസ്സിലായി. നമുക്കും റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എക്സ്പോണൻസ്. വലിയ നമ്പേഴ്സ് നമുക്ക് റീഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്, അതുപോലെ തന്നെ അത് എഴുതാനും നമുക്ക് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ എക്സ്പോണൻസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. സോ അപ്പൊ നമ്മളെ 10 raised to 24 എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? 10 raised to 24. സോ ഇതില് this 10 is called the base അല്ലെ? 10 ആണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. Then this 24 is the exponent. 24 എന്താണ്? എക്സ്പോണന്റ് ആണ്. സോ ഇതൊക്കെ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ കണ്ടിന്യൂസ് ആണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ 10 raised to 24, this 10 is called the base and 24 is called the exponent. Okay, yes. സോ അടുത്തത് ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം അല്ലെ? ഇവിടെ ഈ ഒരു കുട്ടി എന്താ ഇവിടെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എക്സ്പോണന്റ് is a negative integer. സോ എക്സ്പോണന്റ് നെഗറ്റീവ് ഇന്റീജർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെ? എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ 7th പഠിച്ചപ്പോൾ നമ്മുടെ എക്സ്പോണൻസ് എല്ലാം എന്തായിരുന്നു? പോസിറ്റീവ് ഇന്റീജേഴ്സ് ആയിരുന്നു അല്ലെ? പോസിറ്റീവ് നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബേസ് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഈ കുട്ടിക്ക് വന്ന ഡൗട്ട് എന്താണ്? എക്സ്പോണന്റ് നെഗറ്റീവ് ഇന്റീജർ. എക്സ്പോണന്റ് ഒരു നെഗറ്റീവ് ഇന്റീജർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പ്രോബ്ലംസ് ചെയ്യും? നമുക്ക് ചെയ്യണ്ടേ? നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെ? നമുക്ക് പോസിറ്റീവ് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ എക്സ്പോണൻസ് നെഗറ്റീവ് ഇന്റീജേഴ്സ് വരുന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, യെസ്. യെസ്, പവേഴ്സ് വിത്ത് നെഗറ്റീവ് എക്സ്പോണൻസ്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമ്മുടെ എക്സ്പോണൻസ് നെഗറ്റീവ് ആണ് വരാൻ പോകുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 7th പഠിച്ചതാണ്. 10 raised to 2 അല്ലെ? നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യുന്നത്? 10 raised to 2 അല്ലെങ്കിൽ 10 raised to power of 2 അങ്ങനെയും നമുക്ക് റീഡ് ചെയ്യാം. സോ ഇവിടെ 10 raised to 2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ 10നെ 2 ടൈംസ് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം 10 into 10 into 10 is 100. 10 into 10 എത്രയാ വരുന്നത്? 100 ആണ്. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? 10 raised to 1. 10 raised to 1 എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്പോണന്റ് 1 ആണ്. ദാറ്റ് മീൻസ് ഒരു ടൈം മതി അല്ലെ? അപ്പൊ 10 മാത്രം മതി. സോ 10 raised to 1 is 10. പിന്നെ നെക്സ്റ്റ് എന്താ വരുന്നത്? 10 raised to 0. സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിച്ചിട്ടുണ്ട്? 7th പഠിച്ചിട്ടുണ്ട്. 10 raised to 0 എനി നമ്പർ ദെൻ അതിന്റെ എക്സ്പോണന്റ് 0 ആവുമ്പം ആൻസർ എന്തായിരിക്കും? ഇറ്റ്സ് ഓൾവേസ് 1 അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് a raised to 0 is equal to 1. അപ്പൊ ഇവിടെ 10 raised to 0 എന്ന് പറഞ്ഞാൽ ആൻസർ is 1 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്.
ഇനി നമ്മൾ പുതിയൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് 10 raised to minus 1. 10 raised to minus 1. ഇപ്പൊ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? നമ്മുടെ എക്സ്പോണന്റില് -1 ആണ് വന്നിട്ടുള്ളത്, അതായത് നെഗറ്റീവ് ഇന്റീജർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ എഴുതാൻ വേണ്ടി പറ്റും? അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി മാറ്റണം അല്ലെ? നമ്മൾ അങ്ങനെയാ മാത്സിൽ ചെയ്യാറ്. നെഗറ്റീവ് വരുന്ന സമയത്ത് നമുക്ക് അതിനെ പോസിറ്റീവ് ആക്കാൻ പറ്റുന്നെങ്കിൽ സോ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ഈ നെഗറ്റീവിനെ മാറ്റണം, എന്ത് ചെയ്താൽ മതി? അതിനെ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവന്നാൽ മതി. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ എന്തെടുക്കണം? റെസിപ്രോക്കൽ എടുക്കണം. ഓക്കെ, റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ ഒരു നമ്പറിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എങ്ങനെ എഴുതുക? 1 by that number അല്ലെ? അതേപോലെ തന്നെയാണ് ദാ ഇവിടെ എഴുതിയത്. 10 raised to minus 1 is equal to 1 by 10 raised to 1. അപ്പൊ നമ്മൾ അതിനെ റെസിപ്രോക്കൽ ആയിട്ട് എഴുതുന്ന സമയത്ത് ആ -1 എന്തായിട്ട് മാറി? +1 ആയിട്ട് മാറി. അപ്പൊ 10 raised to 1 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എഴുതാം. What is 10 raised to 1? 10 raised to 1 means 10 അല്ലെ? അവിടെ 1 ആയതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രം എടുത്താൽ മതി. ഇനി 2 ആണെങ്കിൽ 10 into 10 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 1 by 10 raised to 1 ആണ്. സോ ദി ആൻസർ ഇസ് ഈക്വൽ ടു 1 by 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നെഗറ്റീവ് എക്സ്പോണന്റ് വന്നപ്പം നമുക്ക് ആൻസർ കിട്ടി. എങ്ങനെയാ കിട്ടിയത്? 10 raised to minus 1 means 1 by 10 അല്ലെ? ഇതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ്. 10 raised to minus 1 ആയിരുന്നു. നമുക്ക് ഇവിടെ കിട്ടിയപ്പോ എന്ത് വന്നു? 1 by 10 വന്നു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പൊ 10 raised to minus 2 ആണെങ്കിലോ? 10 raised to minus 2 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് നെഗറ്റീവ് എക്സ്പോണന്റ് ആണ്, അതിനെ നമുക്ക് ആദ്യം പോസിറ്റീവിലോട്ട് മാറ്റണം. ഇത് പോസിറ്റീവ് ആവണം, എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുക്കണം അല്ലെ? ദാറ്റ് മീൻസ് 1 by 10 raised to 2. ഇപ്പൊ എന്തായി? ഈ 10 raised to minus 2 താഴോട്ട് കൊണ്ടുവന്നപ്പോ അവിടെ എന്തായിട്ട് മാറി? പോസിറ്റീവ് ആയിട്ട് മാറി. സോ 1 by 10 സ്ക്വയർ ആയി. വാട്ട് ഈസ് 1 by 10 സ്ക്വയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 10 സ്ക്വയർ മീൻസ് 10 into 10 ആണ്. വാട്ട് ഈസ് ദി ആൻസർ? 10 into 10 100. സോ ദി ആൻസർ ഈസ് 1 by 100. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ ഇതുപോലെ നമുക്ക് വേറൊരു നമ്പർ ചെയ്ത് നോക്കിയാലോ? ഇപ്പം 3 എടുക്കാം. നമുക്ക് 3 എടുത്തിട്ട് 3 raised to minus 3 എന്ന് എഴുതി. ഓക്കെ, 3 raised to minus 3. അപ്പൊ ഇവിടെ എക്സ്പോണന്റ് നെഗറ്റീവ് ആണ് അല്ലെ? -3 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ആദ്യം എന്താക്കണം? പോസിറ്റീവ് ആക്കണമെങ്കിൽ അവിടെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുക്കണം. ദാറ്റ് മീൻസ് 1 by 3 സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താ വന്നത്? 1 by 3 raised to 3 എന്ന് വന്നു അല്ലെ? ഇവിടെ നമുക്ക് -3 ആയിരുന്നു, അത് നമ്മൾ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുത്തപ്പോ എന്തായിട്ട് കിട്ടി? 1 by 3 ക്യൂബ് ആയിട്ട് കിട്ടി. ദാറ്റ് മീൻസ് 3 into 3 into 3 എന്നാണ് മീനിങ് വരുന്നത്. അപ്പൊ എന്താണ് ആൻസർ വരിക? 1 by ഇവിടെ 3 into 3 എത്രയാണ്? 9. then 9 into 3 എത്രയാണ്? 27. സോ അപ്പൊ നമുക്ക് ആൻസർ വന്നു 1 by 27. അപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3 raised to minus 3 നെ നമ്മൾ എന്താക്കി എഴുതിയിട്ടുണ്ട്? നമ്മുടെ ആൻസറിലോട്ട് കിട്ടി. ദാറ്റ് ഇസ് 1 by 27. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? നെഗറ്റീവ് എക്സ്പോണൻസ് വരുമ്പം അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? നമ്മൾ എപ്പോഴും നെഗറ്റീവ് എക്സ്പോണൻസ് വന്നാൽ അതിനെ നമ്മൾ അവിടെ എന്തെടുക്കുക? റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ നെഗറ്റീവ് എക്സ്പോണന്റിനെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് മാറ്റണം. അപ്പൊ നെഗറ്റീവിനെ അവിടുന്ന് പോസിറ്റീവ് ആക്കണം, എന്ത് ചെയ്യണം? നമ്മള് അതിനെടുത്ത് താഴോട്ട് കൊണ്ടുവരിക അല്ലെ? ഇവിടെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ അതെന്തായിട്ട് മാറി? പോസിറ്റീവ് ആയിട്ട് മാറി. ഓക്കെ, എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം? എക്സ്പോണന്റ് എടുക്കണം, ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഈ ഒരു 8th സ്റ്റാൻഡേർഡിലെ ഈ ചാപ്റ്ററിലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൽ എന്താണ് പഠിക്കുന്നത്? നമ്മൾ നെഗറ്റീവ് എക്സ്പോണന്റ് അല്ലെ? അതായത് നമ്മുടെ എക്സ്പോണന്റ് നെഗറ്റീവ് ഇന്റീജർ ആവുമ്പം എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം. ഓക്കെ, യെസ്, അടുത്തത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ്? 3 ക്യൂബ് എന്ന് കൊടുത്തു അല്ലെ? നമ്മൾ നോർമലി ചെയ്യുന്ന എക്സ്പോണൻസിൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 3 ക്യൂബ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് 3 into 3 into 3. What is the answer? 3 into 3 into 3 എന്ന് പറയുമ്പോൾ 27. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത് 27. Then നെക്സ്റ്റ് നമ്മൾ അടുത്ത എന്താ എടുത്തേ? 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 into 3. 3 into 3 is 9. അത് നെക്സ്റ്റ് എഴുതി. പിന്നെ നമ്മൾ അവിടെ എന്താക്കി? 3 raised to 1 ആക്കി. 3 raised to 1 എന്താണ്? 3 raised to 1 is 3. ഓക്കെ,
അത് എഴുതി. പിന്നെ അടുത്തത് 3⁻0 ആണ്. 3⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു നമ്പറിന്റെയും എക്സ്പൊണന്റ് 0 ആണെങ്കിൽ ആൻസർ ഇസ് 1. അപ്പൊ ഇവിടെ എന്താണ്? ആൻസർ 1 ആണ്. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് എക്സ്പൊണൻസ് ആണ്. ദെൻ നെക്സ്റ്റ് രണ്ടെണ്ണം വരുന്നത് നെഗറ്റീവ് എക്സ്പൊണൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് 3⁻1 ആണ്. നമ്മളിപ്പോ പറഞ്ഞു എങ്ങനെയാണ് 3⁻1 ചെയ്യുന്നത്? 1/3⁻1 എന്ന് എഴുതാം അല്ലെ. നമുക്ക് 3⁻1നെ 1/3⁻1. സോ 3⁻1 is 3 ആണ്. അപ്പൊ 1/3 ആണ് നമുക്ക് ആൻസർ കിട്ടാം. സോ അത് അവിടെ എഴുതിയിട്ടുണ്ട് 1/3. ഇനി 3⁻2 ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1/3². ദാറ്റ് മീൻസ് 1/9. 3² എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1/9 കിട്ടി. അപ്പൊ എന്തിനാ നമ്മളിപ്പോ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് അറിയുന്നത് തന്നെയാ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് നമ്മൾ വീണ്ടും ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ എഴുതുമ്പം ഇവിടെ തമ്മിൽ ഒരു റിലേഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ 27 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് 9. അപ്പൊ ഈ 27 and 9 തമ്മിൽ അവിടെ ഒരു റിലേഷൻ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്നതെല്ലാം എന്താണ്? 3യുടെ എക്സ്പൊണൻസ് ആണ് ചെയ്യുന്നത് അല്ലെ. ദാറ്റ് മീൻസ് നമ്മുടെ ബേസ് ഇസ് 3. എല്ലാ കേസസിലും ബേസ് ഇസ് 3 ആണ് ബേസ് വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് 3 ക്യൂബ് ചെയ്തു. അപ്പൊ നമുക്ക് 27 കിട്ടി. സോ ആ 27 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. ഓക്കെ, ദെൻ ആ 9നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9/3 is 3. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ വീണ്ടും 3/3. നമ്മുടെ ബേസ് എല്ലാം കോമൺ ആണ്, 3 ആണ്. സോ നമ്മൾ ആ ബേസ് കൊണ്ട് ഓരോ ആൻസേഴ്സിനെയും ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, അപ്പൊ 3/3 is 1. നമുക്ക് 1 കിട്ടി. ദെൻ നെക്സ്റ്റ് എന്താണ്? 1/3 ചെയ്യണം. സോ അടുത്ത ആൻസർ 1/3 ആണ്. ദെൻ നെക്സ്റ്റ് 1/3/3 ആണ്. അപ്പൊ 1/3/3 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റേഴ്സിൽ 3 ആ വന്നത്. അപ്പൊ 3 into 3 is 9. അപ്പൊ എന്ത് വന്നു? 1/9 വന്നു. അപ്പൊ ഇവര് തമ്മിൽ ഒരു റിലേഷൻ വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് അടുത്ത ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ആൻസറിന് നമ്മളെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ അതാണ് ഇവിടെ കൊടുത്തത്. ദി പ്രീവിയസ് നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ ദി ബേസ് 3. നമ്മൾ ഓരോ പ്രീവിയസ് നമ്പറിനെയും നമ്മുടെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തടുത്ത ഓരോ ആളുകളെ കിട്ടും. ഓക്കെ, അപ്പൊ അതൊരു ഈസി മെത്തേഡാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പക്ഷെ നമുക്ക് എപ്പോഴും വരുമ്പം എല്ലാം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷെ എന്നാലും ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺസ് ഒക്കെ ക്വസ്റ്റ്യൻ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൂൾ ചെയ്താൽ മതി. നമുക്ക് ചെയ്യാൻ അറിയാം, ബട്ട് എന്നാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ പ്രീവിയസ് വണ്ണിനെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെക്സ്റ്റ് ആൻസേഴ്സ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. യെസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഫോർ എനി നോൺ സീറോ ഇന്റീജർ a raised to minus m is equal to 1/a⁻m. സോ നമ്മൾ ഇവിടെ a⁻m എന്ന് പറയുമ്പോൾ എക്സ്പൊണന്റ് ഇസ് -m. അതെന്താണ്? ഒരു നെഗറ്റീവ് ഇന്റീജർ ആണ്. സോ ദിസ് -m നമുക്ക് എങ്ങനെ എഴുതാം? റെസിപ്രോക്കൽ ആയിട്ട് എഴുതാം. ദാറ്റ് ഇസ് 1/a⁻m. Then where m is a positive integer, a⁻m is the multiplicative inverse of a⁻m. ഓക്കെ, അപ്പൊ നമുക്ക് നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ എക്സ്പൊണൻസ് നെഗറ്റീവ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് എടുത്താൽ മതി? റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇത്രയും ഒരു പാർട്ട് ക്ലിയർ ആയല്ലോ. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ എക്സ്പൊണൻസിലെ നെഗറ്റീവ് ഇന്റീജേഴ്സ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇതുപോലെ വരുന്ന പ്രോബ്ലംസ് ആണ്. അതായത് നമ്മുടെ എക്സ്പൊണൻസ് നെഗറ്റീവ് ഇന്റീജേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റിനും നമ്മൾ ആൻസർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7⁻². അപ്പൊ ഇവിടെ നമുക്ക് നെഗറ്റീവ് എക്സ്പൊണന്റ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇത്രയും ചെയ്തത് പോസിറ്റീവ് എക്സ്പൊണൻസ് വെച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഇവിടുത്തെ ഈ നെഗറ്റീവ് എക്സ്പൊണന്റിനെ മാറ്റണം. നമുക്ക് പോസിറ്റീവിലോട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ് എക്സ്പൊണൻസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് ഫംഗ്ഷൻ എടുക്കണം? റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുക്കണം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? 1/7⁻²നെ എന്തായിട്ട് മാറും? 7⁻² ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 1/7⁻² ആയി. അപ്പൊ 7⁻² ചെയ്യാൻ നമുക്കറിയാം. എന്താ 7⁻²ന്റെ മീനിങ്? 7 into 7. 7നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 1/7 into 7. What is the answer? 7 into 7, 1/49. 7 into 7, 49 ആണ്. അപ്പൊ നമുക്ക് 7⁻²ന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട് 1/49. ഓക്കെ,
അപ്പൊ ക്ലിയർ ആയില്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 raised to minus 3. 5 raised to minus 3. അവിടെയും എന്താ വന്നിട്ടുള്ളത്? നമുക്ക് എക്സ്പോണന്റ് നെഗറ്റീവ് ഇന്റീജർ ആണ്. അപ്പൊ നമുക്ക് അതിനെ പോസിറ്റീവിലോട്ട് മാറ്റാം. അതായത് റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുത്താൽ മതി. ദാറ്റ് മീൻസ് 1/5 raised to 3. 1/5 raised to 3 ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? 1/5 raised to 3 എന്ന് പറഞ്ഞാൽ 5നെ 3 times മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5 into 5 into 5. Okay, so the answer 1/5 into 5 25 ആണ്. Then 25 into 5 എന്ന് പറയുമ്പോൾ 125. So the answer is 1/125. അപ്പൊ നമുക്ക് 5 raised to minus 3 യുടെ ആൻസർ എന്താണ് കിട്ടിയത്? 1/125. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നെഗറ്റീവ് ആണ് നമ്മുടെ എക്സ്പോണന്റ് എങ്കിൽ നമ്മൾ അവിടെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുക്കണം. അതായത് 1/, എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ നെഗറ്റീവ് എക്സ്പോണന്റിനെ പോസിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? 3 raised to minus 2. അവിടെ നമുക്ക് എക്സ്പോണന്റ് ആയിട്ട് വന്നിട്ടുള്ളത് -2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം അതിനെ? 1/3 square. നമ്മൾ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുക്കുന്നു. അപ്പൊ 1/3 square ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 square. 3 square എന്ന് പറയുമ്പോൾ 3നെ 2 times മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 into 3 is 9. So 1/9 is the answer. Okay, yeah. Then next one. So next ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ നമുക്ക് ബേസും നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത്, അതുപോലെ എക്സ്പോണന്റും നെഗറ്റീവ് ആണ്. ബട്ട് നമ്മള് നമ്മുടെ 7th സ്റ്റാൻഡേർഡിൽ ബേസ് നെഗറ്റീവ് വരുന്നത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലെ? അവിടെ വേറെ ചേഞ്ചസ് ഒന്നും വരത്തില്ല. നമുക്ക് അവിടെ എന്തും കൂടെ നോക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടോ? നമ്മുടെ 7th ബേസ് നെഗറ്റീവ് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? ബേസ് നെഗറ്റീവ് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് നെഗറ്റീവ് ഇന്റീജർ ബേസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രിക്ക് ഉണ്ട് അല്ലെ ആൻസറിലോട്ട്. അതായത് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുക? എക്സ്പോണന്റ് ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ എക്സ്പോണന്റ് ഓഡ് ആണെങ്കിൽ നമുക്ക് ആൻസറിൽ നെഗറ്റീവ് കിട്ടും. അല്ലെങ്കിൽ ഈവൻ ആണെങ്കിൽ, എക്സ്പോണന്റ് ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ആൻസറിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. അപ്പൊ നമുക്ക് ഇവിടെ എന്താ നോക്കേണ്ടത്? ഇവിടെ നമുക്ക് എക്സ്പോണന്റ് നെഗറ്റീവ് അല്ലെ? അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാ? ആ ഒരു എക്സ്പോണന്റിനെ നമ്മൾ പോസിറ്റീവിലോട്ട് മാറ്റും. അതായത് റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? സോ ഇവിടെ നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/, ഈ ഒരു -4 അവിടെ ചേഞ്ചസ് ഒന്നും വരില്ല. നമുക്ക് -4 അതേപോലെ തന്നെ എഴുതാം. ദെൻ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പോണന്റ് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. സോ -4 raised to 2. ഓക്കെ, ക്ലിയർ ആയോ? 1/-4 raised to 2. ഈ നെഗറ്റീവും പോയിട്ട് മാറ്റരുത് കേട്ടോ. ആ നെഗറ്റീവ് അതുപോലെ തന്നെ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് ഇസ് 1/-4 raised to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/, നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ബേസ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോണന്റ് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മുടെ ആൻസറിൽ പോസിറ്റീവ് ആണ് വരിക അല്ലെ? നമുക്കറിയാം. അപ്പൊ അത് നമുക്ക് ഡയറക്ട്ലി എഴുതാൻ വേണ്ടി പറ്റും. എന്താണ് ആൻസർ? 1/16 ആണ് ആൻസർ അല്ലെ? എന്തായാലും നെഗറ്റീവ് വരില്ല. ഇത് നമ്മൾ ശരിക്കും എങ്ങനെയാ ചെയ്യേണ്ടത്? -4 into -4 ചെയ്താൽ മതി. -4 into -4 എന്താണ്? മൈനസ് ആൻഡ് മൈനസ് ഇൻറ്റു ചെയ്യുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 1/16 ആണ് ആൻസർ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ എക്സ്പോണന്റിനെ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ബേസ് നെഗറ്റീവ് ആവുന്ന സമയത്ത് എക്സ്പോണന്റ് ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസറിൽ എന്തായിരിക്കും? പോസിറ്റീവേ വരത്തുള്ളൂ. ഓക്കെ, അത് നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്തതെന്ന് ക്ലിയർ ആണല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്തതെന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? നമ്മുടെ എക്സ്പോണന്റ് നെഗറ്റീവ് ഇന്റീജേഴ്സ് വരുമ്പം എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ചെയ്തത്. അപ്പൊ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആണ് നമ്മുടെ എക്സ്പോണന്റ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുക്കണം. അപ്പൊ നമ്മൾ 1/, എന്താണോ നമ്മുടെ ബേസ്
അതുപോലെ അവിടെ എക്സ്പൊണന്റ് എന്താണോ അതൊന്ന് മാറ്റി എഴുതി കൊടുക്കുക അല്ലെ. അവിടെ എക്സ്പൊണന്റ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പൊണന്റ് പോസിറ്റീവ് ആയിട്ട് മാറും. അതായത് നമ്മൾ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സിലെ ഫസ്റ്റ് സെഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.